ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയും ആകാശം കൂടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളിൽ നിന്ന് വീണ്ടും സന്തോഷിക്കുകയാണ് കേട്ടോ. മീനാക്ഷി പറയുന്നുണ്ട്, ധർമ്മൻ മാമൻ്റെ കല്യാണം വരെയെങ്കിലും ദയവ് ചെയ്ത് നമുക്ക് പിണക്കമൊന്നും വേണ്ട, അത് കഴിഞ്ഞ് മതി നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നെ കപ്പിൾ ഡാൻസ് കളിക്കാൻ ആകാശ് വിസമ്മതിച്ചതുകൊണ്ടാണ് കേട്ടോ നമ്മളെ മീനാക്ഷി അങ്ങനെ പറയുന്നത്. അവസാനം ആകാശ് അതങ്ങ് സമ്മതിക്കുന്നു, ചിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷി പറയും, കണ്ടോ നിൻ്റെ ഈ ചിരിയിലാണ് ഞാൻ അന്നും വീണു പോയത്. അങ്ങനെ അവരൊരു കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണമംഗലത്ത് തന്നെയാണ് കാണിക്കുന്നത്. കൃഷ്ണമംഗലത്ത് അമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. രാജശ്രീ വലിയ ഗമയിൽ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും ധർമ്മൻ്റെ കല്യാണമൊക്കെ നടക്കുന്നില്ലേ, അതിന് കാരണക്കാരൻ എന്തൊക്കെയായാലും ഇവിടുത്തെ അച്യുതേട്ടനും അനന്തേട്ടനൊക്കെ തന്നെ. ബാലനായിരിക്കും വലിയ ഗമയിൽ നടത്തുന്നത്. എന്നാലും ഇവർ ഒന്ന് അടങ്ങി നിന്നത് കൊണ്ടാണല്ലോ അയാൾക്കിപ്പം ഇത് നടത്താൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ, ധർമ്മൻ്റെ കല്യാണം നമ്മുടെയും കൂടെ ആവശ്യമല്ലേ. അവൻ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു പോകണം, അതാണ്. അതൊക്കെ ശരി തന്നെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പം അച്യുതേട്ടന് എന്ത് മര്യാദയായിട്ടാ പെരുമാറുന്നത്. ഞാനിപ്പം അവരെപ്പറ്റി കുറ്റം പറഞ്ഞാൽ പോലും അച്യുതേട്ടൻ ഇവിടെ കുറ്റം പറയാറേ ഇല്ല. അങ്ങനെ സ്വന്തം ഭർത്താവിനെ അങ്ങ് പൊക്കി പറയാം കേട്ടോ രാജശ്രീ. അപ്പോൾ നന്ദിതയ്ക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. എന്നിട്ട് വീണ്ടും പറയാണ്, ബാലനല്ലെങ്കിലും ഇതൊക്കെ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടാ ഇപ്പം വലിയ ഗമയിൽ ഈ ഒരു കല്യാണത്തിന് മുന്നിലായിട്ട് അങ്ങ് നിൽക്കുന്നത്. എന്ത് കണ്ടിട്ട്? അല്ല, വലിയൊരു കോൺട്രാക്ടറിൻ്റെ മോളാണല്ലോ ബാലൻ്റെ ഇപ്പോൾ ധർമ്മന് വേണ്ടി ബാലൻ കൊണ്ടുവന്നിരിക്കുന്നത്. അയാളെ ചാക്കിട്ട് സോപ്പിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാം, അതിന് വേണ്ടിയിട്ടാണ് കാണുന്നതെല്ലാം ഇതൊക്കെ ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് രാജശ്രീ പറയാട്ടോ. പക്ഷേ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേ, നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നീ ഇതൊന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത കുറ്റിത്തിരിപ്പൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയട്ടോ. അങ്ങനെ ദേവമംഗലത്താണെങ്കിൽ പുതിയ മെത്തയും ഒക്കെ ഓർഡർ ചെയ്തതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ബാലൻ. അപ്പോഴത്തേക്കിനും നമ്മുടെ മിത്ര ഇതെല്ലാം കണ്ടിട്ട് വന്ന് പറയാം, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരു കല്യാണം വന്നപ്പോൾ പുതിയ മെത്ത കട്ടിൽ എന്തൊക്കെയാ, ഇതിനൊക്കെ വേണ്ടിയിട്ടോ കാശ് അങ്കിളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയും, മോളെ കാശല്ല, എൻ്റെ ധർമ്മന് വേണ്ടി എന്ത് ഞാൻ ചെയ്യും. അവന് വേണ്ടി ഇത്രയൊക്കെ ഞാൻ ചെയ്യണ്ടേ, അതല്ലേ വേണ്ടത്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തന്നെ എതിർത്താലും ശരി, അവന് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. അവൻ എൻ്റെ മൂത്ത മകനാണ്, അതിൽ കാശിൻ്റെ കണക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഗോമതിയും അതിനങ്ങ് സമ്മതം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന മെത്തയും കട്ടിലും ഒക്കെ ആൾക്കാരെ വെച്ച് പിടിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്ത് അപ്പുറത്ത് ഇന്ദിരാമ്മ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഗോമതിയും മിത്രയോട് പറയാം, മിത്രേ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് അമ്മയോട് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ അമ്മ, കാരണം ധർമ്മന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ എന്നിട്ട് ഗോമതിയോട് പറയാം, മോളെ പണ്ട് നിങ്ങളുടെ കൂടെ ധർമ്മൻ ഇറങ്ങി വന്നപ്പോഴേ എൻ്റെ അച്യുതനും ആനന്ദനും ഒക്കെ പറഞ്ഞു, അമ്മേ നോക്കിക്കോ, അവൻ നശിക്കാനായിട്ട് പോവാ, പക്ഷേ അവനെ നിങ്ങൾ സ്വന്തം ജീവനെ പോലെ തങ്കം പോലെയല്ലേ അവനെ നോക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ അമ്മ ഇങ്ങനെ മോളോട് പറയാം കേട്ടോ. അങ്ങനെ ഗോമതിക്കും അതൊക്കെ സന്തോഷമാണുണ്ട്. അമ്മയെ ധർമ്മൻ എൻ്റെ സ്വന്തം അനിയനല്ലേ, ബാലേട്ടൻ അവനെ മോനെ പോലെയാണ് കാണുന്നത്, അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിത്രയ്ക്ക് ഒരു പോസ്റ്റ് വരും കേട്ടോ. സ്പീഡ് പോസ്റ്റാണ്, അത് ഒപ്പിട്ടൊക്കെ വാങ്ങുകയാണ് മിത്ര. അത് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇന്ദിരാമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടി നേരെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറയാം, ദേ അനന്ത അച്യുത കണ്ടോ, അപ്പുറത്ത് ബാലൻ ധർമ്മന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന്. എന്ത് ചെയ്തു എന്ന് രാജശ്രീ ചോദിക്കുക കേട്ടോ. പുതിയ കട്ടിലും മെത്തയും ഒക്കെ വാങ്ങിച്ച് വയ്ക്കുക, ഇഷ്ടംപോലെ പൈസ ചിലവാക്കുക അവന് വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ രാജശ്രീ, അമ്മേ ഈ ബാലനെ ഇങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുതേ, കുറ്റപ്പെടുത്തലെന്നല്ല, ബാലനെ ഇങ്ങനെ പൊക്കി പറയല്ലേ, തള്ളി മറിക്കല്ലേ, മതി. ഇവിടെയാണ് ധർമ്മം തിന്നെങ്കിൽ നമ്മളും ഇതൊക്കെ ചെയ്ത് കൊടുക്കില്ലായിരുന്നോ. അല്ലെങ്കിൽ എന്തോ കാര്യം അവനിൽ നിന്ന് സാധിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇതായിട്ടാണ് ഇപ്പോൾ. ഉടനെ അച്യുതൻ പറയാം, രാജശ്രീ നീ ഒന്നും മിണ്ടാതെ ഇരുന്നേ, അമ്മ പറയുന്നതൊന്നും ഒരു തെറ്റും വെക്കണ്ട. ഇപ്പോൾ നമ്മളെല്ലാം സമാധാനത്തോടെ ഇരിക്കണം. അമ്മ പറഞ്ഞില്ല എന്താ തെറ്റ്, ബാലൻ അതൊക്കെ ചെയ്യുമല്ലേ. കണ്ടോടി, പിന്നെ അമ്മയ്ക്ക് ബാലനും മരുമോനും ഒക്കെ തന്നെ ഇഷ്ടം, ഇവിടെ 2 മക്കളുള്ള ആളിനോട് വലിയ സ്നേഹം ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇന്ദിരാമ്മ പറയുന്നുണ്ട്, എടി ഇവിടെ 2 പേരുണ്ടെങ്കിലേ അവരോ എൻ്റെ മക്കളുടെ അടുത്ത് എനിക്ക് സ്നേഹം ഉണ്ടോ ഇല്ലെന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് ആരെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മക്കളോടുള്ള സ്നേഹം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് രാജശ്രീക്ക് നല്ല പോലെ കൊടുക്കാൻ കേട്ടോ ഇന്ദിരാമ്മ. എന്നിട്ട് അനന്തൻ്റെയും അച്യുതൻ്റെയും മനസ്സിൽ വേറെ എന്തോ കുഞ്ഞായ്മയാണ് കേട്ടോ. അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയാണ്. എന്നിട്ട് മനസ്സിനകത്ത് വേറൊരു ചിന്തയുമാണ്.
ഗൂഢപദ്ധതികളാണ്. അങ്ങനെ മിത്രയ്ക്കാണെങ്കിൽ കൊണ്ടുവന്ന ലെറ്റർ പൊട്ടി വെച്ച് വായിച്ച സമയം മുതൽ സന്തോഷം. കാരണം പോലീസ് ടെസ്റ്റ് എഴുതാൻ പോയല്ലോ തിരുവനന്തപുരത്ത്, എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ അതിലുണ്ടായി. മിത്ര നല്ല ഭായി മാർക്കോടുകൂടി പാസ്സായി ഇട്ടോ, അതിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആര്യനെ വിളിച്ച് ആ സന്തോഷം അങ്ങോട്ട് പറയാം. ആര്യന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആര്യം നിൻ്റെ കഴിവ് കൊണ്ടാടി കിട്ടിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട്, അങ്ങനെയല്ല ആര്യ, എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, ആര്യൻ എനിക്ക് സപ്പോർട്ടായി എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയതെന്ന് പറയണ്ട. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് വരെയല്ലേ, അതെന്നാ ഡേറ്റ്? അത് ഡിസംബർ 8-ാം തീയതിയൊക്കെ ആവും. പക്ഷേ എന്തായാലും ധർമ്മൻ മാമൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും പ്രാക്ടീസിനൊക്കെ. ഒരു കാര്യം ചെയ്യും മിത്രേ, ഇപ്പോൾ വന്ന റിസൾട്ടില്ലേ, നീ ആരെയും തൽക്കാലം കാണിക്കണ്ട, മാറ്റി വെച്ചേരെ. അച്ഛൻ ഇതറിഞ്ഞാൽ എന്താ പ്രതികരിക്കുകയെന്ന് അറിയില്ല. ഒന്നാദ്യം കല്യാണമൊക്കെ വരുമല്ലേ, ഇനി ഇതിൻ്റെ പേര് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, സമയമാകുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെ മിത്രയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുക്കാട്ടോ. അത് കഴിഞ്ഞ് ധർമ്മൻ കല്യാണ ചെറുക്കനാവാൻ പോവുമല്ലേ, താടിയും മുടിയും ഒക്കെ വടിച്ച് നല്ല ക്ലീൻ ഷേവിൽ വന്ന് കയറുകയാണ്. അത് ദേവി കാണാണ്ട് കേട്ടോ. അങ്ങനെ ദേവി ചോദിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലോ മാമ ഷേവൊക്കെ ചെയ്ത്. പിന്നല്ലാണ് എന്നെ കെട്ടാൻ പോണ പെണ്ണെ എന്നാ ഗ്ലാമറാ, അവൾക്കിപ്പം പിടിച്ച് നിൽക്കണമെങ്കിലേ ഇത്രയെങ്കിലും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ടുടനെ ദേവി പറയാം, മാമൻ പറഞ്ഞില്ലേ ഒരു പെങ്കൊച്ചിന് എന്തൊക്കെയോ സഹായം ചെയ്യണമെന്നും ഒക്കെ. അതെ ആ ഹോട്ടലിൽ നിന്ന്. ശരി, എന്നാൽ അതിൻ്റെ ഫോൺ നമ്പർ എൻ്റെ തന്നേരെ, ഞാനേ വിളിച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കൊണ്ടുപോയിക്കോളാന്ന് പറയാം. അപ്പോൾ ധർമ്മം പറയാനുണ്ട്, അതെങ്ങനെ ശരിയാവും ദേവി, ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്, ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാണ് നീ വിളിച്ചാൽ കിട്ടുക? ഞാനൊരു IT കമ്പനിയിലുള്ള സ്റ്റാഫല്ലേ, എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. ഇത് അങ്ങോട്ട് വലിയൊരു കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി, നമ്പർ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വരുമെന്നേ, ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ്റെ അടുത്ത് പറയാം. എന്നാൽ ധർമ്മൻ മാമ ആ നമ്പറിങ് താ. അങ്ങനെ ധർമ്മൻ്റെ കയ്യിലുള്ള നമ്പർ തിരിച്ച് ദേവിക്ക് കൊടുക്കാട്ടോ. അങ്ങനെ ദേവി അതെല്ലാം ഏറ്റോളാന്ന് പറയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാലേ, അങ്ങനെയെങ്കിലും ധർമ്മൻ മാമൻ അതിൻ്റെ പുറകിൽ നടക്കൂലല്ലോ ഇനി അതും ഇതും പറഞ്ഞും കൊണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഗൗരവം. ഇനി എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് വിഷമിപ്പിക്കുന്ന, ഞാൻ ഈ അഡ്രസ്സെല്ലാം തപ്പിപ്പിടിച്ച് ആ പെങ്കൊച്ചിനെ നേരെ അവിടെ കൊണ്ട് വരാം. കല്യാണത്തിന് വരണമെന്നാണല്ലോ ആഗ്രഹം, ധർമ്മൻ മാമൻ്റെ കല്യാണത്തിന് ഉറപ്പായും ഉണ്ടാവുമെന്ന്. ഈ വിവരങ്ങളെല്ലാം നേരെ നമ്മുടെ ഉദയഭാനുവൊക്കെ അറിഞ്ഞല്ലോ, ധർമ്മന് കിട്ടുന്ന കാശും സ്വർണ്ണമൊക്കെ ആർക്കോ കൊടുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ദേവിക്ക് പകരം അവിടെ വേറൊരാളെ ഇറക്കണം എന്നൊരു ചിന്ത വരുവാട്ടോ. അങ്ങനെ ഒരു പെരിങ്കള്ളിയായ ഒരുത്തി ഇറക്കുന്നുണ്ട് നമ്മൾ ഉദയഭാനുവും ശ്രീകലയും കൂടെ കല്യാണത്തിന്. അതായത് ആ ഹോട്ടലിൽ നിന്ന് ധർമ്മൻ കണ്ട ആ ഒരു ജോലിക്കാരി, പഞ്ചപാവായിട്ടുള്ള ജോലിക്കാരിയെ കൊണ്ടുവരുവാണ്. അപ്പോൾ അവൾക്ക് ഈ സ്വർണവും പണവും എല്ലാം കിട്ടുമല്ലോ. അങ്ങനെ ഇത് ഉദയഭാനുവിനും ശ്രീകലയ്ക്കും കൂടെ അടിച്ചു മാറ്റാമല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് അവർ നിൽക്കുന്ന കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്